ബിഗ് ബോസ് വീട്ടിൽ അനുമോൾ കാരണം ആ അത്ഭുതം സംഭവിച്ചിരിക്കുകയാണ്. നമ്മുടെ രേണു ചേച്ചി തലമുടിയൊക്കെ ചീവി നല്ല സുന്ദരിയായി കുറിയൊക്കെ തൊട്ട് ഇന്ന് എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് എത്തുകയാണ്. ഇതാണ് രേണുസുധിയുടെ രണ്ടാം വരവ്. അടിപൊളിയായിട്ടുണ്ടെന്ന് എല്ലാവരും പറയുന്നുണ്ട് രേണുവിനോട്. നല്ല വൃത്തിക്ക് വന്നിട്ടുണ്ട്. ഇന്ന് രാവിലത്തെ മോർണിംഗ് ടാസ്ക് എന്ന് പറയുന്നത് ബിഗ് ബോസ് കൊടുത്തിരുന്നത് ഈ ബിഗ് ബോസ് വീട്ടിൽ വൃത്തിയുള്ളവരെയും വൃത്തിയില്ലാത്ത ഒരാളെക്കുറിച്ചും പറയുക എന്നാണ്. വ്യക്തമായ കാരണവും പറയാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നമ്മുടെ അനുമോള് പറഞ്ഞിട്ടുണ്ടായിരുന്നു രേണു ചേച്ചി തല നന്നായി ചീവില്ല, തല ഒരു വാഷൊന്നും ചെയ്യാറില്ല എന്നൊക്കെ. അപ്പോൾ അതൊക്കെ സത്യം തന്നെയാണെന്ന് രേണു സമ്മതിച്ചിട്ടുണ്ട്. പക്ഷേ തലയിൽ കൂടെ ചെറിയ ചെറിയ പെയിനുകൾ ഇങ്ങനെ വരുന്നുണ്ട്. ചേച്ചി ഇടയ്ക്ക് അവിടെ ഇവിടെയൊക്കെ പോയി ഇങ്ങനെ തല ചൊറിയാറുണ്ട് എന്നൊക്കെ പറഞ്ഞു. തലയിൽ കൂടെ പെയിൻ വരുന്നത് രേണുവിന് ഭയങ്കര വിഷമാകുകയും ഞാൻ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകുകയാണെന്നൊക്കെ പറഞ്ഞ് പൊട്ടിക്കരയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും നമ്മുടെ അനുമോളെ ഒറ്റപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ശൈത്യയും നവീനും ചോദിക്കുന്നുണ്ടായിരുന്നു ഇപ്പോൾ ലൈവിൽ കുറച്ച് മുമ്പ് നിങ്ങളോട് മാപ്പ് പറഞ്ഞു എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ രേണു പറഞ്ഞു എന്നോട് മാപ്പ് പറഞ്ഞിട്ടില്ല. അപ്പോൾ ശൈത്യ പറയുന്നുണ്ട് അവൾ അവളുടെ സ്റ്റാൻഡിൽ തന്നെ പിടിച്ച് നിൽക്കുന്നത് കൊണ്ടാണ് അവൾ മാപ്പ് പറയാത്തതെന്ന്. എന്താണെങ്കിലും ഈ ഒരു ബിഗ് ബോസ് വീട്ടിലെ ഈ ഒരു വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് അറിയിക്കുക. കൂടാതെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ബിഗ് ബോസ് മത്സരാർത്ഥികളുടെ പേരും നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് അറിയിക്കുക.